ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോണേ. ഒരു 3 ടേബിൾ സ്പൂൺ അമൃതം പൊടിയും ബാക്കി ഗോതമ്പ് പൊടിയും വെച്ച് ഒരു മെഷറിംഗ് കപ്പിൽ പൊടിയെടുത്ത് നമുക്കൊരു 3 തവണ അരിച്ചെടുക്കാം കേട്ടോ. അതിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പും കൂടി നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. കേക്ക് നല്ലോണം സോഫ്റ്റായിട്ട് അരിക്കാനാണ് 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നാടൻ മുട്ടയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ലോണം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര നേരത്തെ പൊടിച്ച് വെച്ചിരുന്നു മിക്സിയിലിട്ട്. അപ്പോൾ അത് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് 2 പ്രാവശ്യമായിട്ടാണ് ചേർക്കണത്. അപ്പോൾ നല്ലോണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് നേരത്തെ അരിച്ച് വെച്ച ഗോതമ്പ് പൊടിയുടെ മിക്സ് അതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ച് നമുക്കതൊരു ഒരേ ഡയറക്ഷനിലൊന്ന് ഇളക്കി കൊടുക്കാം. അധികം ഇളക്കണ്ട കേട്ടോ. പിന്നെ ഒരു സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം ബാറ്റർ ഒന്ന് ടൈറ്റ് ആയ പോലെ തോന്നി. അപ്പോൾ ഒരു 1 kg കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് ഇട്ടതിന് ശേഷം ബാറ്റർ വെച്ചതിന് ശേഷം ഡാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസൊക്കെ ഒന്ന് പോകാനാണ്. 10 മിനിറ്റ് മുന്നേ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് ബാറ്ററിയിലേക്ക് എടുത്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ്സ് ഫുൾ ഫ്ലെയിമിലും 35 മിനിറ്റ്സ് ഒരു സിമ്മിലിട്ട് വേവിക്കുക കേട്ടോ. അതിന് മേലെ എന്തെങ്കിലും വെയിറ്റ് ആയിട്ട് വെക്കണം കേട്ടോ നമ്മൾ. അതിന് ശേഷം ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഗോതമ്പൊടി വെച്ചിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കി നോക്കണത്. ഇതിന് മുന്നേ കേക്ക് സെയിൽ ചെയ്തിരുന്നു. അതൊക്കെ നമ്മൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾ നല്ലോണം കഴിച്ചോളും. അമൃതം പൊടിയൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്ക്.